ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു എയർ ഡ്രോപ്പ് ക്യാമ്പയിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് ചെയിൻ ബേസ്. ചെയിൻ ബേസ് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ഒമ്നി ചെയിൻ ഡേറ്റ നെറ്റ്വർക്കാണ്. ഓൾറെഡി ഇവർക്ക് 16.5 മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ടെൻസെന്റ്, മെട്രിക്സ് പാർട്ട്നേഴ്സ് അവരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമുക്ക് എയർ ഡ്രോപ്പ് സൈറ്റിൽ കയറാം. എയർ ഡ്രോപ്പ് സൈറ്റിൽ കയറിയതിന് ശേഷം ലോഡ് ആകാനായിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വാലറ്റ് കണക്ട് ചെയ്യണം. സോ കണക്ട് വാലറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, മെറ്റാമാസ്ക് തന്നെ കൊടുത്തുകൊണ്ട് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, മെറ്റാമാസ്ക് വാലറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് സ്വിച്ച് നെറ്റ്വർക്ക്, അതായത് നെറ്റ്വർക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ചെയിൻ ബേസ് നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ചെയ്യുക. ദെൻ സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗോ കൊടുക്കുക, സ്റ്റാർട്ട്. ഇനി അവരിവിടെ കാണിക്കുന്നതിനെല്ലാം നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ദെൻ നമുക്കിവിടെ വാലറ്റ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സ്കാൻ വാലറ്റ് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ എക്സ്പ്ലോറിങ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വാലറ്റ് സ്കാൻ ആയിട്ടുണ്ട്. ഈ സ്കാൻ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന മെറ്റാമാസ്ക് വാലറ്റ് നിങ്ങളുടെ പഴയ വാലറ്റ് ആണെങ്കിൽ, അതായത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഹോൾഡിങ്സ് ഒക്കെ ഉള്ളൊരു വാലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് അവിടെ ആ ഒരു സ്കാനിങ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ പുതിയൊരു വാലറ്റ് ആണെങ്കിൽ അത്രയൊരു പോയിൻറ്റ്സ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ വാലറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ കുറേ ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാസ്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും തിയ ചാറ്റിൻ്റെ സൈറ്റിലേക്കായിരിക്കും പോവുക. കണക്റ്റ് വാലറ്റ് കൊടുക്കുക. മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതൊരു AI ചാറ്റ് ബോർഡാണ്. അതായത് നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ തരും. അതാണ്. പിന്നെ അതിനകത്ത് അവരായിട്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും നമുക്ക് കൊടുത്താലും മതി. സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ അവർ അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരും. സോ സെക്കൻഡ് ടൈം ഒരു വട്ടം കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോഴത്തേക്കും NFT മിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. സോ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എതേറിയം ടെസ്റ്റ്നെറ്റ് ക്ലെയിം ചെയ്യണം. സോ ക്ലെയിം ചെയ്യാം. ക്ലെയിം കൊടുക്കുമ്പോൾ മിൻറ്റ് ചെയ്യാനുള്ള ETH കിട്ടും. അപ്പം അങ്ങനെ കിട്ടാത്തവർക്ക് ഒഫീഷ്യൽ ബ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെബോളിയ ചെയിൻ ബേസിൻ്റെ എതേറിയായിട്ട് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒഫീഷ്യൽ ബ്രിഡ്ജ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റാമാസ്ക് കണക്ട് ചെയ്യാം. മെറ്റാമാസ്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇച്ചിരി എതേറിയം കൊടുത്തുകൊണ്ട് നമുക്കിത് ബ്രിഡ്ജ് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം ഡിപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ആ തിയ ചാറ്റിൻ്റെ ഒരു സൈറ്റിലേക്ക് തന്നെ പോവാം. ഇനി നമ്മൾ തിരിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചെയിൻ ബേസ് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ ETH ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ETH ക്ലെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് NFT മിൻറ്റ് ചെയ്യണം. സോ NFT മിൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചെറിയതായിട്ടൊരു ഫീ പോകുന്നതായിരിക്കും. അത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് NFT മിൻറ്റ് ചെയ്യാം. ഓക്കെ, NFT മിൻറ്റഡ് ആണ് സക്സസ്ഫുള്ളി. ദെൻ നമുക്ക് കണ്ടിന്യൂ ചാറ്റിംഗ് കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ ചാറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മോർ ടൈം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ചാറ്റ് വിത്ത് തിയ എന്നാണ്. അപ്പോൾ സോ ഒരു വട്ടം കൂടെ നമുക്ക് അത് കൊടുക്കണം. എങ്കിലാകുമ്പോൾ ആ ഫസ്റ്റ് 2 ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വെരിഫൈ കൊടുക്കാം. വെരിഫൈ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ടാസ്കും വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ടാസ്ക് എന്നത് ലിങ്ക് അപ്പ് വിത്ത് ട്വിറ്റർ ആണ്. സോ നമുക്ക് ട്വിറ്ററുമായിട്ട് ലിങ്ക് ചെയ്യാം. അതിനായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം മാറ്റണം. യൂസർ നെയിമിലവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. സോ ഞാനിവിടെ ഫൺസി എന്നാണ് അടിക്കുന്നത്. ദെൻ കൺഫേം കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് അവതാർ സെറ്റ് ചെയ്യണം. സോ അവതാർ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പിക്ചർ, എന്തെങ്കിലും ഒരെണ്ണം, ഒരു ഫോട്ടോ അതിനകത്ത് കൊടുക്കുക. സോ ഞാൻ അതിനകത്ത് ഇവിടുന്നൊരു ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുകയാണ്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സോഷ്യൽ അക്കൗണ്ട്സ് ട്വിറ്ററും ഡിസ്കോർഡും ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് രണ്ടും ലിങ്ക് ചെയ്യുക. ഇനി നമുക്ക് തിരിച്ച് സൈറ്റിലേക്ക് പോവാം. ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 3 ടാസ്ക്കാണ് ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് തീരുന്നത്. ഡിസ്കോർഡ് ലിങ്കപ്പ്, പിന്നെ പേഴ്സണൽ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ ട്വിറ്റർ ലിങ്കപ്പ്. ഇത് 3ഉം നിങ്ങൾക്ക് അവിടെ വെരിഫൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ അത്രേ ഉള്ളൂ, ഈ ഒരു ടാസ്കുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡെയിലി ടാസ്ക് ആയിരിക്കും, ഡെയിലി നിങ്ങൾ ഇത് കയറി ചെയ്യണം. അപ്പോൾ നമ്മളിടുന്ന എല്ലാ എയർ ഡ്രോപ്പുകളുടെയും അപ്ഡേറ്റ്സ് നമുക്കെല്ലാം തന്നെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ട്വിറ്റർ ചാനലിലും ടെലിഗ്രാം ചാനലിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ നിങ്ങളത് എത്രയും പെട്ടെന്ന് കയറി ഫോളോ ചെയ്യുക. സോ അതിലൂടെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.